ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ന്യൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഈ ഒരു തുള്ളി മുറിയാത്ത മഴയത്തും മുറ്റത്ത് കിടക്കണ കുറച്ച് ബോഗൺവില്ല പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് കാട്ടിത്തരാവേ. പിന്നെ മുറ്റത്തേക്ക് ഇപ്പം നോക്കണ്ട കേട്ടോ, ഞാറ് നടാൻ പറ്റുന്ന അവസ്ഥയിലാണ് മുറ്റിരിക്കണത്. ആകെ ചളിവിളിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഈ ഒരു മഴയുടെ കുറച്ച് മുന്നേ ഒരു 4-5 ദിവസം നമുക്ക് നല്ല വെയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്ത് വെച്ച പ്ലാന്റ് ആയിരുന്നു ഇതൊക്കെ കേട്ടോ, മഴ തട്ടാതെ. ആ വെയിൽ കണ്ടിട്ട് പുറത്തോട്ടിട്ടതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഇപ്പോൾ ഇതിങ്ങനെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ ഇവിടെ തന്നെ അങ്ങ് നിൽക്കട്ടേന്ന് ഇങ്ങനെ പച്ച നെറ്റ് കെട്ടിയിട്ട് അതിൻ്റെ ചുവട്ടിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്തൊരു സൈഡിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇലകളൊക്കെ കുറച്ചൊക്കെ കൊഴിയുന്നുണ്ട്, എങ്കിലും പ്ലാന്റുകൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ചില്ലി വെറൈറ്റീസാണ് കേട്ടോ. ചില്ലി ഓറഞ്ച്, ചില്ലി റെഡ്, ചില്ലി ഐസ്ക്രീം, ചില്ലി പിങ്ക്, അതേപോലെ റെഡ് വെൽവെറ്റ്, ഈ ഒരു പ്ലാന്റുകളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. കുറച്ചൊക്കെ ലീഫ് പൊഴിയുന്നുണ്ടെങ്കിലും പ്ലാന്റുകളൊക്കെ ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഓപ്പാൽ, ഫ്ലെയിം റെഡ്, ഇതിന് ഞാൻ ഒരു കുറച്ച് ദിവസം മഴയത്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ എനിക്കെന്തോ ഇത് പോവോ എന്നുള്ളൊരു പേടിയായത് കാരണം വീണ്ടും സൈഡിൽ തന്നെ വെച്ചു. പക്ഷേ ഇങ്ങനെ സൈഡിൽ വെച്ചാൽ പോലും ചില പ്ലാന്റുകൾക്ക് ഒരു തുള്ളി മഴ പോലും പറ്റൂല കേട്ടോ. അങ്ങനെ എൻ്റെ ഗോൾഡൻ മാവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇത് കണ്ടോ, ഇതൊക്കെ ലീഫുകളൊക്കെ കൊഴിഞ്ഞിട്ട് രണ്ടാമത് വന്നിട്ടുള്ള ലീഫുകളാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടില്ലേ, കുറേ പ്ലാന്റുകളൊക്കെ മതിൽമേലൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഞാൻ എടുത്ത് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ മുറ്റത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. സൂക്ഷിച്ച് നടക്കണം കേട്ടോ, അല്ലെങ്കിൽ 8ൻ്റെ പണി നമുക്ക് തന്നെ കിട്ടും. നല്ല പച്ചപ്പിൽ നല്ല ഉച്ചൊക്കെ പിടിച്ചിട്ടുള്ള എന്താണ് കേട്ടോ. മുറ്റത്ത് മണ്ണൊക്കെ ഇട്ടീന് മഴേൻ്റെ മുന്നേ, അതൊക്കെ മഴവെള്ളത്തിൽ ഒലിച്ചു പോയി. ഉറുമ്പരിക്കുന്നത് പോലെ നടക്കണം, അല്ലെങ്കിൽ തെന്നി വീഴും കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ബൊഹീനിയ പ്ലാന്റ് നമ്മളിതിന് തൊട്ട് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് പൂ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ, കളറൊന്നും മാറിയിട്ടില്ല. ഇപ്പോൾ അതേ കളറൊക്കെ മാറി. പിന്നെ പറഞ്ഞാൽ ഇതൊരു ബൊക്ക പോലെ ആയിരിക്കും കേട്ടോ, എല്ലാ ഫ്ലവറും വിരിഞ്ഞിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇനിയും മുട്ട് വിരിയാനുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പറഞ്ഞാൽ ബോഗൺവില്ല സീസണൊക്കെ വന്ന ഒരുപാട് ബോഗൺവില്ലയുടെ വീഡിയോസും സെയിൽ വീഡിയോസൊക്കെ ഇടും കേട്ടോ. പിന്നെ പുതിയൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.